ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പുതുതായി കോറികൾ ആരംഭിക്കുന്നതിന് വേണ്ടി നിരവധി അപേക്ഷകളാണ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്കറിയാം, പോരേടം കണ്ണമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം 3 കോറികൾക്കാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മുടെ ആദ്യം ഈ കണ്ണമ്പാറയിൽ ഒരു കോറി ഇപ്പോൾ പ്രവർത്തനം തുടങ്ങി. എന്നാൽ വേറൊരു കോറിയുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നോടിയായി പബ്ലിക് ഹിയറിംഗ് നടത്തിയപ്പോൾ അത് ആ പ്രദേശത്തെ ജനങ്ങളെയോ ബന്ധപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളെ അറിയിക്കാതെ നടത്തിയെന്ന ആക്ഷേപം വളരെ ആദ്യഘട്ടത്തിൽ ശക്തമായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതികൾ നൽകുകയും ഇതിനെതിരെ അന്ന് നിരവധി പത്രങ്ങളിൽ വാർത്തകൾ വരികയും ചെയ്തിട്ടുള്ളതാണ്. ആദ്യം മുതലേ ഇതിന് കോറികൾക്കെതിരായ ഒരു നിലപാടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുതുതായി തുടങ്ങിയ കോറിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് ചർച്ചയ്ക്ക് വന്നപ്പോൾ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരികയും അവർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. അവരുടെ വിയോജനക്കുറിപ്പ് വകവയ്ക്കാതെയാണ് പഞ്ചായത്ത് ഭരണസമിതി ഈ കോറിക്ക് അനുമതി നൽകിയത്. ഇത് പഞ്ചായത്ത് അന്നത്തെ മിനിസ്റ്റിന്റെ പകർപ്പാണ്. ഈ മിനിസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്, കോൺഗ്രസിന്റെ അംഗങ്ങൾ ഈ കോറിക്കെതിരായി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ കാര്യം ഈ മിനിസ്റ്റിൽ വ്യക്തമാണ്. എന്നാൽ ഈ വസ്തുക്കളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ആടിനെ പട്ടിയാക്കുന്ന നിലപാടുമായിട്ടാണ് ചിലർ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ പഞ്ചായത്ത് അംഗങ്ങളുടെയും അവിടുത്തെ പ്രാദേശികമായ ജനങ്ങളുടെയും വികാരം പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പഞ്ചായത്തിലെ ഭരണസമിതി ഈ കോറിക്ക് അനുമതി നൽകിയിട്ടുള്ളത്. ഇന്നും അവിടുത്തെ ജനങ്ങൾ സംഘടിച്ച് അവിടെ ഇതിനെതിരായി ജനകീയ സമിതി ഉണ്ടാക്കി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അവിടെ ഒട്ടനവധി നിയമലംഘനം ചൂണ്ടിക്കാണിച്ചിട്ടും ഇതൊന്നും പരിഹരിക്കാതെ ഇതിലൊന്നും യാതൊരു നടപടി എടുക്കാത്ത ഒരു നിലപാടാണ് പഞ്ചായത്ത് എന്നും സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കോറികൾ പുതുതായി വരുമ്പോൾ അതിന് CSR ഫണ്ടുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്നാണ് അതിന് പറയുന്നത്. അത് ഈ കോറി എവിടെയാണ് തുടങ്ങുന്നത്, ആ പ്രത്യേക മേഖലയ്ക്കുണ്ടാകുന്ന പരിസ്ഥിതിയുടെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി അവിടെ റോഡുകളും പാലങ്ങളും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്, അവിടുത്തെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് ഈ ഫണ്ടുള്ളത്. എന്നാൽ ഈ പാറക്കോറിക്കും അതിനെതിരെ നിലപാടെടുത്തിട്ടുള്ള നമ്മൾ ഇപ്പോൾ 1-2 ദിവസമായി നമ്മുടെ പഞ്ചായത്തിന്റെ ഉന്നത അധികാരികളുടെ എല്ലാം സ്റ്റേറ്റ്മെന്റുകൾ ഓൺലൈൻ ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പാറക്കോറിക്ക് എതിരായ നിലപാടാണ് അവർ അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അത്തരത്തിൽ നിലപാടെടുത്തിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതി ഈ CSR ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് അവർ പഞ്ചായത്തിൽ അവതരിപ്പിച്ച മിനിസ്റ്റിന്റെ പകർപ്പാണിത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോറിക്കും ഇനി അനുമതിക്കായി അപേക്ഷിച്ചിട്ടുള്ള ചാപ്രയിൽ ഗ്രാനൈറ്റ് ലിമിറ്റഡ് എന്ന കോറിക്കും അതിൻ്റെ ഉൾപ്പെടെ CSR ഫണ്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ വാർഡുകളിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ മിനിസ്റ്റിന്റെ പകർപ്പാണ്. അപ്പോൾ ഈ പാറക്കോറിക്കെതിരായി ഒരു നിലപാട് പൊതുജന മധ്യത്തിൽ സ്വീകരിക്കുകയും എന്നാൽ പാറക്കോറിക്ക് അനുകൂലമായി നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ സ്വീകരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ചടയമംഗലം MC റോഡിന്റെ സൈഡിൽ നമുക്കറിയാം ജഡായിപ്പാറ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. അതിന് സമീപത്തായി ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ പാറ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മറുപടിയായിട്ടാണ് പഞ്ചായത്ത് അധികാരികളുടെ സന്ദർശനവും മറ്റ് പല പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഇത് നമുക്കറിയാം, നമ്മുടെ ഒരു വസ്തുവിൽ ഒരു പാറഖനനമോ ഒരു മണ്ണെടുപ്പോ എന്തെങ്കിലും നടത്തണമെങ്കിൽ പഞ്ചായത്തിന് അനുമതിയാണ് ആദ്യഘട്ടത്തിൽ വേണ്ടത്. ഈ അനുമതി സമ്പാദിച്ച ശേഷമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നടത്താൻ അവിടെ കഴിയുകയുള്ളൂ. ഇവിടെയും നമ്മൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ തിരക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് അവിടെ ബിൽഡിംഗ് വയ്ക്കുവാനായി പെർമിറ്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പാറ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വസ്തുവിൻ്റെ ഓണർ ജിയോളജി വകുപ്പിനെ സമീപിക്കുകയും ജിയോളജി വകുപ്പ് പഞ്ചായത്തിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടുകയും ചെയ്തത്. പഞ്ചായത്ത് അനുകൂലമായ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ പാറ ഖനനത്തിനായി ഈ സ്വകാര്യ വ്യക്തിക്ക് അനുമതി കൊടുത്തത്. ഇപ്പോൾ പഞ്ചായത്ത് അധികാരികൾ പറയുന്നത് ഇതൊന്നും അവർ അറിഞ്ഞില്ലെന്നാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, സാക്ഷി TV തന്നെ നിരവധി തവണ അവിടെ പോയി വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. നമുക്കറിയാം, അവിടെ മണ്ണിന്റെ അടിയിൽ ഇതുവരെ ഒരു പാറയും പൊട്ടിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ആ MC റോഡിന്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം, അത് പാറ നിറഞ്ഞൊരു പെരേടമാണ്. അത് ജഡായി പാറയോട് ചേർന്ന് കിടക്കുന്ന ഒരു പെരേടം എന്ന നിലയിൽ അവിടെ പാറയുണ്ട്. MC റോഡിൽ കണ്ണ് കാഴ്ചയുള്ള ആര് മുകളിലോട്ട് നോക്കിയാലും കാണാം അവിടെ വലിയ പാറയുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിന്റെ അധികാരികൾ പറയുന്നത് മണ്ണ് എടുത്ത് മാറ്റാൻ നോക്കിയപ്പോൾ നിധി കണ്ടാണൊക്കെ പാറ കണ്ടു എന്നാണ്. ഇത് അങ്ങനെ അവർ ഇത് കണ്ടില്ല എന്നവർ സമ്മതിക്കുകയാണെങ്കിൽ അവർ കണ്ണ് കെട്ടിയിട്ട് അവിടുത്തെ എയും മറ്റു ഉദ്യോഗസ്ഥരും അവിടെ പോയ എന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം ആർക്കും തന്നെ MC റോഡിൽ നിന്ന് മേലോട്ട് നോക്കിയാൽ കാണാം അവിടെ വലിയൊരു പാറയുണ്ട്. ഈ പാറ പൊട്ടിക്കാതെ അവിടെ യാതൊരുവിധ കെട്ടിടവും നിർമ്മിക്കാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ ഇത് എന്താ പറയുക, നമ്മുടെ എല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരു നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ഒന്നുകിൽ കോൺഗ്രസിന് പറയാനുള്ളത്, ഒന്നുകിൽ പഞ്ചായത്ത് അധികാരികൾ ഇരയ്ക്കൊപ്പം നിൽക്കണം. പാറ ഖനനത്തിനെതിരെ ശക്തമായ നിലപാട് സോഷ്യൽ മീഡിയയിൽ സ്വീകരിച്ച പഞ്ചായത്ത് അധികൃതരോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് പറയുവാനുള്ളത്,
ഇനി നിരവധി കോറികൾക്ക് അപേക്ഷകൾ ബന്ധപ്പെട്ട വകുപ്പുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ അതിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത്? നിങ്ങൾ പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാകണം. നിലവിൽ ഒരു കോറിക്ക് നിങ്ങൾ അനുമതി കൊടുത്തു കഴിഞ്ഞു, ഇനിയും ഒട്ടനവധി അപേക്ഷകൾ പെൻഡിംഗ് ആണ്. അവിടെ CSR ഫണ്ട് വിനിയോഗത്തിന് ആ കോറിക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തീരുമാനിച്ചതിന്റെ ബന്ധപ്പെട്ട മിനിസിന്റെ പകർപ്പാണ് ഇപ്പോൾ എൻ്റെ കൈവശമുള്ളത്. അപ്പോൾ ഇനി ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് പൊതുജനങ്ങളോട് നിങ്ങൾ പറയാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് കണ്ണമ്പാറ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പ്രദേശം, ആ പ്രദേശത്ത് 3 കോറികൾക്ക് നിലവിൽ അവിടെ അനുമതിക്കായി ആളുകൾ കാത്തു നിൽക്കുകയാണ്. അവിടെ പ്രദേശവാസികൾ സംഘടിച്ച് ഇതിനെതിരെ സമരം ചെയ്യുകയാണ്. ഈ ജനങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ കോറിക്ക് എതിരെയുള്ള ഈ നിലപാടുകൾ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങൾ അതിനെതിരെ ഒരു പൊതു നിലപാട് ഈ സമൂഹത്തോട്, ചടയമംഗലത്തിന്റെ ജനതയോട് പറയുവാൻ നിങ്ങൾ തയ്യാറാകണം. പോരേടം കണ്ണമ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ജനങ്ങൾ സംഘടിച്ച് കോറിക്കെതിരെ സമരം നടത്തിയപ്പോൾ അതിന് മുന്നിൽ നിന്ന ഒട്ടനവധി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നമുക്കിടയിലുണ്ട്. കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർ ഇപ്പോഴും ആ സമരത്തിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. നിങ്ങളുടെ പഞ്ചായത്ത് അംഗങ്ങൾക്ക് എന്തുകൊണ്ടാണ് പിറകോട്ട് പോകേണ്ടി വന്നത്? നിങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറാകണം. ഇന്ന് അവിടെ ഇപ്പോഴും സമരം നടക്കുകയാണ്. ആ സമരത്തിന് മുന്നിൽ നിൽക്കുവാൻ നിങ്ങളുടെ പഞ്ചായത്ത് അംഗങ്ങൾക്ക് കഴിയുന്നില്ല. അതിന്റെ കാരണം നിങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, നിങ്ങളുടെ നിലപാടുകൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ ഇരയ്ക്കൊപ്പം നിൽക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ വേട്ടക്കാരനൊപ്പം നിൽക്കണം. നിങ്ങൾ ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാറക്കോറിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന പഞ്ചായത്തിന്റെ അധികാരികൾ എങ്ങനെയാണ് ഇതിന്റെ CSR ഫണ്ടിന് വിനിയോഗിക്കുവാനായി എല്ലാ നടപടിക്രമങ്ങളും തെറ്റിച്ചുകൊണ്ട്, എല്ലാ നടപടിക്രമങ്ങളും കീഴ്മേൽ മറിച്ചുകൊണ്ട് വിവിധ വാർഡുകളിൽ, എന്ന് വെച്ചാൽ കോറി നിൽക്കുന്ന വാർഡിലല്ലാതെ മറ്റ് പഞ്ചായത്തിന്റെ അവരുടെ ഭരണകക്ഷിയുടെ മെമ്പർമാരുള്ള വാർഡുകളിലേക്ക് ഇതിന്റെ ഫണ്ടുകൾ വിനിയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് എത്ര ആലോചിച്ചാലും തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഒരു ലൈബ്രറി പോരേടത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് സത്യത്തിൽ അത് CPIയുടെ പാർട്ടി ഓഫീസാണ്. ഈ പാർട്ടി ഓഫീസിന് വരെ ഇവിടുത്തെ CSR ഫണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, റോഡുകൾ, അംഗൻവാടി കെട്ടിടങ്ങൾ, ഇതെല്ലാം ഈ പോരേടം വാർഡ് തുടങ്ങുന്ന കോറിയുടെ ഫണ്ടുകൾ മറ്റ് ഭരണകക്ഷിയിൽപ്പെട്ട ഭരണസമിതിയിലെ വിവിധ വാർഡിലെ മെമ്പർമാരുടെ വാർഡുകളിലേക്ക് ഈ ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ ഫണ്ട് വിനിയോഗിക്കേണ്ടത് ആ വാർഡിലും പരിസര പ്രദേശങ്ങളിലാണ്. എന്നാൽ അതിന് വിരുദ്ധമായി പല കോറികളുടെയും ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മറ്റ് ഭരണകക്ഷിയിൽപ്പെട്ട അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മെമ്പർമാരുടെ വാർഡുകളിലേക്ക് ഫണ്ട് കൊണ്ടുപോവുകയാണ്. പാറക്കോറിക്ക് എതിരായി സമൂഹത്തിൽ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ CSR ഫണ്ടിന്റെ കാര്യത്തിൽ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതെന്ന് എത്ര ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല.